ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നമുക്ക് ഗോൾഡിലൊരു ട്രേഡ് നോക്കുന്നുണ്ട്. അത് 4 ഹവറിൽ ബുള്ളിഷാണ്. അപ്പോൾ 4 ഹവറിൽ സ്ട്രക്ചർ നോക്കിയ ശേഷം പിന്നെ 15 മിനിറ്റിലേക്ക് വന്നിട്ട് പിന്നെ 1 മിനിറ്റിൽ എൻട്രി നോക്കാറ്. 50 മിനിറ്റിൽ ഒരു IDX ടാപ്പ് ചെയ്ത ശേഷം ഒരു സ്ട്രക്ചർ 1 മിനിറ്റിൽ കിട്ടുമ്പോഴാണ് ഞാൻ എൻട്രി എടുക്കാറ്. അപ്പോൾ അതിൽ ഇവിടെ ഒരു ചെറിയൊരു പുൾ ബാക്ക് ഉണ്ട്. ആ പുൾ ബാക്കിന് ശേഷം പുൾ ബാക്കിന് താഴെ വന്ന് മാത്രമായിരിക്കും എൻട്രി എടുക്കാം. ഈ ഒരു പുൾ ബാക്കിൽ ഏകദേശം വേറൊരു പുൾ ബാക്കും ജസ്റ്റ് ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ വരെ മാത്രമേ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും എൻട്രി എടുക്കുക. അതിനുശേഷം ഗോൾഡിൽ എൻട്രി എടുക്കുമ്പോൾ 1:2 ഫസ്റ്റ് ഒരു 5 പോയിൻ്റ് ആയിരിക്കും SL വെക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 10 പോയിൻറ്റിൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് പോയിൻറ്റ് 25 പോയിൻറ്റ്, അല്ലെങ്കിൽ ഏതാണോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ഹൈ അവിടെ ആയിരിക്കും വെക്കുക. അപ്പോൾ ഏകദേശം 31 പോയിൻറ്റോളം ഇവിടെ ടാർഗറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം അത്ര എടുക്കില്ല, അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് എക്സിറ്റ് ചെയ്യുന്നതാണ്. കാരണം ചിലപ്പോൾ റിവേഴ്സ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗോൾഡിൽ എടുക്കുമ്പോൾ മാക്സിമം ഒരു ദിവസം മാക്സിമം എടുക്കാവുന്ന എൻട്രി 3 എൻട്രികളാണ്. ഇപ്പോൾ ഇനി കറൻസിയിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും ആ രീതിയിൽ എടുക്കാറ്. അപ്പോൾ ഒരു 2 SL ആണെങ്കിൽ മൂന്നാമതൊരു ട്രേഡ് നോക്കും. ഇനി ഫസ്റ്റ് ടാർഗറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഒരു ട്രേഡ് കൂടി നോക്കും. അത്ര മാത്രമേ നോക്കാറുള്ളൂ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഗോൾഡിൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഏഷ്യൻ ടൈമാണ്. ലണ്ടനിലും അതുപോലെ ന്യൂയോർക്കിലാണ് ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ മാത്രമേ കിട്ടുള്ളൂ. എന്നാലും സ്ട്രക്ചർ റെസ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് എന്താവും നോക്കാം. ഇപ്പോൾ നമ്മുടെ എൻട്രി ആക്റ്റീവായിട്ടുണ്ട്. എൻട്രി ആക്റ്റീവായിട്ടൊരു 5 പോയിൻറ്റ് SL ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഏഷ്യൻ ടൈം ആവുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു 10:05, 10:10 റേഞ്ചിനാണ് നമുക്ക് എൻട്രി ഇട്ടിരിക്കുന്നത്. ഏകദേശം ഈ സമയത്തൊക്കെ ഏഷ്യൻ്റെ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്യായിരിക്കും. നമുക്ക് ആ ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആയിരിക്കും ഈ ഒരു ഏഷ്യൻ ടൈമിൽ. അതിനുശേഷം 11:30 നമ്മുടെ ലണ്ടൻ്റെ കിൽ സോൺ ആക്റ്റീവ് ആവും. ആ സമയത്ത് ഒരു മൂവ്മെൻറ്റ് കിട്ടും. പിന്നെ 12:30 നല്ല മൂവ്മെൻറ്റ് വരിക ലണ്ടൻ. അതിനുശേഷം പിന്നീട് വരുന്നത് ന്യൂയോർക്കിലായിരിക്കും നല്ല ഫ്ലക്ച്വേഷൻസ്. പിന്നെ ഇന്ന് ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വോൾട്ടൈലായിരിക്കും മാർക്കറ്റ്. അപ്പോൾ ഏകദേശം 10 പോയിൻറ്റിലായിരിക്കും ടാർഗറ്റ് വെച്ചിട്ടുള്ളത്, ഫസ്റ്റ് ടാർഗറ്റ്. അതിനുശേഷം ഹാഫ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് റൺ ചെയ്യാൻ വിടും, ഫൈനൽ ടാർഗറ്റിലേക്ക് വിടും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ ആക്കി വെക്കും. അപ്പോൾ നമുക്കിനി തിരിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാലും ലോസ് ഒന്നും വരില്ല, പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ആ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. പല ആളുകൾ പല ട്രേഡിങ് സ്റ്റൈലായിരിക്കും. കാരണം ഇത് എന്താ പറയുക, ഗോൾഡ് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മൂവ്മെൻ്റ് ആയിരിക്കും. നമ്മുടെ SL ഒക്കെ എടുത്ത് സ്വീപ്പ് ചെയ്തിട്ടായിരിക്കും മുകളിലേക്ക് പോകും. അങ്ങനെയാണ് സാധാരണ വരാറ്. അപ്പോൾ ആ ഒരു പല ട്രേഡിലായിട്ട് അങ്ങനത്തെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പകുതി ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തിട്ട് ബാക്കി ക്വാണ്ടിറ്റി റൈഡ് ചെയ്യാൻ വിടുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നഷ്ടമാവില്ല. അപ്പോൾ നിങ്ങൾ ഏതാണോ സ്റ്റൈല് നിങ്ങൾ നോക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ലിക്വിഡിറ്റി കോൺസെപ്റ്റാണ്. ഒരു 4 ഹവറിൻ്റെ സ്ട്രക്ചർ ബുള്ളിഷാണോ ബെയറിഷാണോ നോക്കും. അതിനുശേഷം 15 മിനിറ്റിൽ ഹൈയും ലോയും മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് 1 മിനിറ്റിൽ ചേഞ്ച് വരുമ്പോൾ എടുക്കുന്ന ഒരു എൻട്രി സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നിങ്ങൾക്ക് SMC എടുക്കുന്ന ആൾ SMC എടുക്കാം. അതിൽ ഓർഡർ ബ്ലോക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എൻട്രി എടുത്താലും ഒക്കെ വർക്ക് ചെയ്യും. നമ്മൾ പൊസിഷൻ സൈസിങ്, അതിൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട് ട്രേഡിങ്ങിൽ വേണ്ടത്. നല്ലൊരു സ്ട്രാറ്റജിയും പ്ലസ് അതിനോട് കൂടി മറ്റുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും. ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഇവിടെ DK അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഏത് സമയത്താണ് നമ്മൾ എടുത്തത് അത് ആ ഒരു SL അവിടേക്ക് വരുമ്പോൾ മാത്രമേ എക്സിറ്റ് ആയി പോവുള്ളൂ. മറ്റേത് പറഞ്ഞാൽ നമുക്ക് DK മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ആർക്കെങ്കിലും ഫോറക്സ് മാർക്കറ്റിൽ ട്രൈ ചെയ്യണം, ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെമോയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റിയൽ മണി ഇടാം. അപ്പോൾ ഡെമോ അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് ആക്റ്റീവ് ആക്കാം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ, ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഫസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 9 പോയിൻറ്റോളം എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഒരു റിവേഴ്സൽ അവിടുന്ന് കാണിക്കുന്നുണ്ട്. വലിയ വലിയ ക്യാൻഡിലുകളാണ് ചില സമയങ്ങളിൽ വരിക. ചിലപ്പോൾ നമ്മളെ SL ഒക്കെ അടിച്ചു പോകും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ റിസ്ക് റിവാർഡ് മാക്സിമം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് അത് കുഴപ്പമില്ല. ഒരു 1:5 ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ, ഞാൻ 1:5 ഒന്നും എടുക്കില്ല, മാക്സിമം 1:3 4 ഗോൾഡിലൊക്കെ 1:3 ഒക്കെ എടുക്കലുള്ളൂ. കറൻസി ആണെങ്കിൽ 1:5 വരെ ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് നോക്കാം. 1:5 എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഒരു ട്രേഡ് സക്സസ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 5 ട്രേഡ് ഇനി പ്രോഫിറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. 5 ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ബ്രേക്ക് ഈവൻ ആവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വിന്നിങ് റേഷ്യോ ഉള്ള സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 70% 60% വിന്നിങ് റേഷ്യോ ഉള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ 1:5 നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ പല ആളുകളും പല രീതിയിലായിരിക്കും സൈക്കോളജി അവർക്ക് വർക്ക് ചെയ്യുക. ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോൾ അവർ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുപോലെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എത്ര പോയാലും അവർക്ക് വിഷയം ഉണ്ടാവില്ല. അങ്ങനത്തെ സൈക്കോളജിയിലെ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ റിസ്ക് റിവാർഡിൽ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നല്ല രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ടാർഗറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ SLൻ്റെ അടുത്ത് എത്തിയിട്ട് സ്വീപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോവുക ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 10 പോയിൻ്റ് നമ്മുടെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് ഇനി മുകളിലേക്ക് ഏകദേശം ഞാൻ ഒരു 80 വരെ 33-87 ശരിക്കും ടാർഗറ്റ് വരുന്നത്. 31 പോയിൻ്റ് അത്ര എടുക്കില്ല. ഏകദേശം ഒരു 80 ഞാൻ പാർഷ്യലായിട്ടായിരിക്കും എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പകുതി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഏകദേശം 33-80 നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ടൈം പിടിക്കുമായിരിക്കും. കാരണം നല്ല രീതിയിൽ ഇതിലിങ്ങനെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ MT5ൻ്റെ സ്ക്രീൻഷോട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് റൺ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ആ ടാർഗറ്റിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.